ഹിസ്റ്ററി ഓഫ് ടി ബി പ്രോഗ്രാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വർഷങ്ങളൊക്കെ ഒന്ന് പഠിച്ച് വെക്കണം. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് വായിച്ച് പഠിക്കണം. ഏറ്റവും ബേസായിട്ട് നമ്മൾ അത്യാവശ്യം ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ആ ഒരു വർഷങ്ങളാണ് ഈ ഒരു ഫോട്ടോയിൽ കാണിക്കുന്നത്. ഇത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതിൽ ആദ്യത്തെ വർഷം 1962. അപ്പോൾ ടി ബി കൺട്രോൾ പ്രോഗ്രാം അല്ലെങ്കിൽ NTCP നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാമാണ് കേട്ടോ. അത് ഇനിഷ്യേറ്റ് ചെയ്ത വർഷം ചോദിക്കാറുണ്ട്. NTCP എന്നാണ് വന്നതെന്ന് ചോദിക്കാറുണ്ട്. 1962 മറക്കരുത്. അടുത്ത ഇമ്പോർട്ടൻ്റ് വർഷമാണ് 1997. ഡോട്ട്സ് സ്ട്രാറ്റജി അണ്ടർ RNTCP. RNTCP പ്രകാരം ഡോട്ട്സ് വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1997 ആണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് വർഷം 2005. RNTCP കവറേജ്, അതായത് ഇന്ത്യ മുഴുവൻ RNTCP കവറേജ് എക്സ്റ്റെൻഡ് ചെയ്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 2005. അടുത്തത് 2007. നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ ജോയിൻറ്റ് TB HIV കൊളാബറേഷൻ പ്രോഗ്രമാറ്റിക് മാനേജ്മെൻറ്റ് ഓഫ് ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB. TBയും HIV-യും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്തത് 2007. അതുപോലെ PMDT നമ്മൾ പറയാറുണ്ട്, പ്രോഗ്രമാറ്റിക് മാനേജ്മെൻറ്റ് ഓഫ് ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB. അതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് 2007. ഈ PMDT എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കേസ് നമ്മൾ TB അത് ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ അത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB ആണെന്നിരിക്കട്ടെ. അതായത് നമ്മൾ TBക്ക് കൊടുക്കുന്ന മെഡിസിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന, പ്രതിരോധിക്കുന്ന TB ആണെങ്കിൽ അത് സാധാരണ എമോസിനൊന്നും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ ഒരു കമ്മിറ്റിക്ക് വിടും, നോഡൽ കമ്മിറ്റി. അപ്പോൾ നോഡൽ കമ്മിറ്റിയിൽ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് ആ പേഷ്യൻറ്റിന് ഏതൊക്കെ മരുന്ന് മാറ്റി കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് പ്രോഗ്രമാറ്റിക് മാനേജ്മെൻറ്റിൽ വരുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് വർഷം 2012. ഗസറ്റ് ഓൺ മേക്കിംഗ് TB നോട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആക്കിയത്. അതായത് TB എവിടെ കേസ് കണ്ടു കഴിഞ്ഞാലും അത് നോട്ടിഫൈ ചെയ്യണമെന്നും, പിന്നെ അതേപോലെ നിക്ഷയാണ് നമ്മളെ TB നോട്ടിഫിക്കേഷൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നിക്ഷയ് വന്നതൊക്കെ എന്നാണെന്ന് ചോദിച്ചാൽ 2012. അടുത്ത ഇമ്പോർട്ടൻറ്റ് വർഷം 2016. ഡെയിലി വെയ്റ്റ് ബാൻഡ് ബേസ് ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ബേസ്ഡ് DSTB റെജിമെൻ സ്റ്റാർട്ടഡ് ഇൻ ദി കൺട്രി. DSTB മീൻസ് ഡ്രഗ് സസെപ്റ്റബിലിറ്റി TB ആണ്. അപ്പോൾ നമ്മൾ ചുമ്മാ അങ്ങ് മെഡിസിൻ കൊടുത്താൽ പോരാ, ഡെയിലി വെയ്റ്റ് ബാൻഡ്, പേഷ്യൻ്റെ വെയ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് മെഡിസിൻ്റെ ഡോസ് ഫിക്സ് ചെയ്യേണ്ടത്. പിന്നെ നേരത്തെയൊക്കെ ഓരോരോ ഗുളികയായിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ റിഫാമ്പസിന് ഒരു ഗുളികയായിട്ട് കൊടുക്കും, INH ഒരു ഗുളികയായിട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ പാരസെറ്റമോൾ ഒരു ഗുളിക കൊടുക്കുന്നു, വേറെ എന്തെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് ഒരു ഗുളിക എടുക്കുന്നു. അങ്ങനല്ലാതെ എല്ലാ ഗുളികയുടെയും അംശവും ഒരു ടാബ്ലറ്റിലാക്കി കൊടുക്കുന്നതാണ് ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ. അപ്പോൾ ഒത്തിരി ഗുളികൾ കഴിക്കേണ്ട ആവശ്യമില്ല, ഒരു ഗുളികയ്ക്കകത്ത് തന്നെ എല്ലാ മെഡിസിൻസും കാണും. അങ്ങനെയുള്ള ഫിക്സഡ് ഡോസ് കോമ്പിനേഷനിലേക്ക് എത്തിയതും 2016. അടുത്തത് 2017. ന്യൂവർ ഡ്രഗ് കണ്ടെയ്നിങ് റെജിമെൻ സച്ചസ് ബെഡാക്ലിൻ, ഡെലനമൈഡ്, ബെഡാക്ലിൻ എന്നൊക്കെ പറഞ്ഞാൽ പുതിയ ഡ്രഗ്സാണ് ഇപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വന്നത് 2017. അത് പഠിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ് 2020. കാരണം ഈ RNTCP റീനെയിംഡ് ആസ് നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. ആദ്യം അതായത് 1962 എന്തുമായിരുന്നു? NTCP ആയിരുന്നു അല്ലേ, നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം ആയിരുന്നു. അത് പിന്നെ എന്തായി മാറി? 97 RNTCP ആയിട്ട് മാറി, റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാമായി. പക്ഷേ 2020 NTEP വന്നത്. ഇപ്പം നമ്മളൊക്കെ NTEPയിലാണ് ഉൾപ്പെടുന്നത്, നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ. C മാറി E ആയി, എലിമിനേഷൻ പ്രോഗ്രാമിലെത്തി. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷം. ഇതിൽ പഠിക്കേണ്ടത് 1962 ഇമ്പോർട്ടൻ്റ് ആണ്, 97 ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ 2012 നിക്ഷയ് വന്നതെന്ന് മറക്കരുത്. ഫിക്സഡ് ഡോസ് വന്നത് 2016, പിന്നെ 2020 NTP വന്നത്.